ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോട്ടിക് ഹണ്ട്. ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല ഇതിന്റെ റൂട്ട് കോസ് എവിടെ നിന്നാണെന്നുള്ളത് ഡീപ്പായിട്ട് കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു എഡ്യൂക്കേഷൻ സോണാണ്, നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. അവിടേക്ക് ഈ പോലീസിന്റെ ഈ ഒരു കടന്നുകയറ്റമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി അത് ബുദ്ധിമുട്ടാണ്. ദ മാൻ ബിഹൈൻഡ് ദിസ് ഇസ് രമേശ് ചെന്നിത്തല. നമുക്കറിയാവുന്നതാണ്, ഓപ്പറേഷൻ കുബേര പോലുള്ള മുന്നേ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബ്ലേഡ് മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ കുബേര പോലെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് നല്ല ഹിറ്റാക്കിയ ഒരു മനുഷ്യനാണ്. തുടക്കത്തിലെല്ലാം എല്ലാ സ്കൂളുകളിലും ഇത് നടപ്പാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇതിൽ ആക്ഷൻസും പ്രിക്വേഷൻസും റെസ്പോൺസിബിലിറ്റീസും മാത്രം ഇത് എടുത്തുകൊണ്ട് കാര്യമില്ല, അതിനൊരു ബദൽ മാർഗം കൂടെ ഇത് സജസ്റ്റ് ചെയ്യണം. സൈക്കോളജിക്കലിയും കൂടി ഇതിനൊന്ന് ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. സ്കൂളുകളിലൊക്കെ അത്തരം അവയർനെസ്സുകൾ ഇപ്പം മറ്റു കാര്യങ്ങൾക്കൊക്കെ അവയർനെസ് കൊടുക്കുന്ന പോലെ തന്നെ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോട്ടിക് ഹണ്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച പുതിയൊരു പദ്ധതിയാണ്. അതായത് സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്തുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും അതുപോലെ തന്നെ ലഹരി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും എത്തിക്കുന്ന ഗ്യാങ്ങിനെ കണ്ടെത്താനും മൊത്തത്തിൽ കേരളത്തിൽ നിന്ന് ലഹരി ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള പുതിയൊരു പദ്ധതിയാണ്. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും, ഇനി ഇത് എത്രത്തോളം മോശമായി കുട്ടികളിൽ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം. എന്ന് തോന്നുന്നു ഫാത്തിമ, പുതിയൊരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നല്ലൊരു കാര്യമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ജൂൺ 1 മുതലല്ലേ ഇത് പ്രാബല്യത്തിൽ വരുന്നത്. സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെ മുന്നേ ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ അടുത്തുള്ള ഈ ലഹരി വിൽപ്പനക്കാരോ അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല, ഇതിൻ്റെ റൂട്ട് കോസ് എവിടെ നിന്നാണെന്നുള്ളത് ഡീപ്പായിട്ട് കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. എന്ന് പറയുമ്പം നമുക്കറിയാം, ഇപ്പം സമൂഹത്തിൽ ഒരുപാട് സുലഭമാണ് ഡ്രഗ്സ്, അത്യാവശ്യം നല്ല രീതിയിൽ സുലഭമാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എവിടെ നിന്നാണ് അത് വരുന്നത്, എങ്ങനെയാണ് അത് ആൾക്കാരിലേക്ക് എത്തുന്നത്, അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സ്ക്വാഡ് അതുപോലെ തന്നെ അതിനൊരു സ്പെഷ്യൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പും സർക്കാരുകളും അല്ലെങ്കിൽ ഇവിടെയുള്ള ആൻറ്റി ഡ്രഗ്സ് സെല്ലുകളും ഒക്കെ ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പേരിന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്, ഒരു 1 ഡേ ക്യാമ്പൊക്കെ ആയിട്ട് ഒതുങ്ങിപ്പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതും ആ രീതിക്ക് പോകാൻ സാധ്യതകൾ ഏറെയല്ലേ? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പം ഇത്തരത്തിൽ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും ഇതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് കുറയുകയും അതുപോലെ തന്നെ അത് പിന്നീട് നിന്നു പോവുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് മെയിൻ തിങ് ഈസ് ദ മാൻ ബിഹൈൻഡ് ദിസ് ഇസ് രമേശ് ചെന്നിത്തല. നമുക്കറിയാവുന്നതാണ്, ഓപ്പറേഷൻ കുബേര പോലുള്ള മുന്നേ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബ്ലേഡ് മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ കുബേര പോലെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് നല്ല ഹിറ്റാക്കിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പറഞ്ഞത് ഇതാണ്, ഓപ്പറേഷൻ പ്രഖ്യാപനം കുബേരയാണ്, അല്ല ഇതാണ് തൂഫാനാണ്. അപ്പോൾ അതെന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിന് അത് ആക്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു പദ്ധതി വന്നതുകൊണ്ട് ഇവിടെയുള്ള സൊസൈറ്റിയിലുള്ള ഇത്തരം ഡ്രഗ് ഡീലിങ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപയോഗമൊക്കെ പെട്ടെന്ന് നിന്ന് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു പ്രഖ്യാപനം കൊണ്ട് മാത്രം നടക്കുന്നതല്ലല്ലോ. ഇല്ല, ഒരുപാട് അഴിച്ചുപണികൾ ഇതിൻ്റെ മുന്നിൽ വേണ്ടി വരും. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഇതിനൊരു സ്പെഷ്യൽ ആൾക്കാർ, സ്ക്വാഡ് വേണം. അതുപോലെ തന്നെ കുറേ ആൾക്കാരെ ഇതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അത് നല്ല രീതിക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയതിനെ വെച്ച് നോക്കുമ്പം കൂടുതലായിട്ട് ഇത് കൂടി വരുന്നുണ്ട്. ഡ്രഗ്സിൻ്റെ ഉപയോഗം ചെറിയ കുട്ടികളിൽ, അതുപോലെ തന്നെ ഈ കോളേജ് സ്റ്റുഡൻസിൽ, കോളേജ് വിദ്യാർത്ഥികളിലുള്ള ഡ്രഗ്സിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. പക്ഷേ അതിലും എത്രയോ ഡേഞ്ചറാണ് ഈ ചെറിയ കുട്ടികളിലേക്ക് ഇത് എത്തുമ്പോൾ. അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളിലേക്ക് ഡ്രഗ്സ് എത്തുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലേക്കാണത് പോകുന്നത്. ശരിക്കും ഇത് സർക്കാർ ഇത് പ്രഖ്യാപിക്കുന്നതിലും നല്ലത് സ്കൂളുകൾ അവരുടേതായിട്ടുള്ള ഒരു രീതിക്ക് ഇത് ഹാൻഡിൽ ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരിത് കൃത്യമായിട്ട് ഇത് ഡിഫൈൻ ചെയ്യുമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം സ്കൂളുകളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സ്കൂളുകൾ വഴിയും അതുപോലെ തന്നെ ഔട്ട്സൈഡ് സ്കൂളിന്റെ പുറത്ത് കാര്യങ്ങളൊക്കെ പോലീസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നടത്തുന്ന ഒരു തരം ഓപ്പറേഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും അവർ പറയാത്ത സ്ഥിതിക്ക് നമുക്കറിയില്ല എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിൻ്റെ ഉള്ളിലേക്ക് അധികം ഒരു പോലീസ് മോർലിംഗ് പോലെ എത്തിക്കുന്നത് മേ ബി കുട്ടികളുടെ ഭാവിക്ക് അത്ര നല്ല കാര്യങ്ങളാവില്ല, മെന്റൽ ഹെൽത്തിന് അത്ര നല്ലതാവില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് മേ ബി ത്രൂ ടീച്ചേഴ്സും PTA ഒക്കെ ഉപയോഗിച്ച് അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുമായിരിക്കും. ബാക്കി കാര്യങ്ങൾ ഇത് ലഹരി വിൽക്കുന്ന ആൾക്കാർ, അവിടേക്ക് എത്തിക്കുന്ന ആൾക്കാർ, ഇതിന്റെ ബാക്കിലുള്ള മെയിൻ ആൾക്കാർ, ഇവരെയൊക്കെ ഇത്തരത്തിലൊരു ഇതുവഴി എന്തായാലും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പൂട്ടും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള വിമുക്തിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്ന പദ്ധതികളാണ് അത്. പക്ഷേ വിമുക്തിയൊക്കെ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ വന്നിട്ടുള്ള പദ്ധതികളാണ്. പക്ഷെ അതൊക്കെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൗൺസിലിംഗ് സെഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് അവിടുന്ന് ആ ഒരു രീതിക്കായിരുന്നു അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ്ങും ഡീലിങ്സ് ഒക്കെ. അപ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഇത് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി കുട്ടികൾ ഇതിലേക്ക് പോകുന്നൊരു ടെൻഡൻസിയാണ്. കുട്ടികൾക്കൊരു ടെൻഡൻസി ആയിരിക്കും ലഹരി കാര്യങ്ങളും ടീനേജിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് മുതലെടുക്കാൻ സ്കൂളിന്റെ പുറത്തും ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് ഇത് എത്തുന്നതിലും നല്ലത് സ്കൂളിന് പുറത്തുള്ള കടകളിലും മറ്റുമായിട്ടുള്ള അന്വേഷണങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. എനിക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഡ്രഗ് ഡീലേഴ്സ്, അതുപോലെ തന്നെ ഡ്രഗ് സെല്ല് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ഇത് വാങ്ങിക്കുന്ന കുട്ടികൾ, ഈ കുട്ടികൾക്ക് ഈ കൗൺസിലിംഗ് സെക്ഷൻസ് അതുപോലെ തന്നെ അവരുടെ റൂട്ട് കോസ് എന്താണ്, ഇപ്പം അവർ ഉപയോഗിക്കുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പം മേ ബി വീട്ടിലുള്ള പ്രശ്നങ്ങളാകാം, അല്ലാതിരിക്കുന്ന പ്രശ്നങ്ങളാകാം. ഇത്തരത്തിൽ കുട്ടികളുടെ റൂട്ട് കോസും കൂടെ അറിഞ്ഞിട്ട് കുട്ടികൾക്കും ഒരു മെൻറ്ററിങ് പോലെയുള്ള പരിപാടികളും കൗൺസിലിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഡ്രഗ് ഡീലേഴ്സിനെ പിടിക്കുന്നതും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും, ഇതൊക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കണം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ആൾക്കാരെ പിടിക്കുന്നതിൽ മാത്രം ഒതുങ്ങി പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യാഘാത ഏറ്റിട്ടുള്ള കുട്ടികൾക്ക് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവർ ഇതിൽ വീണ്ടും വീണ്ടും അടുത്ത ആൾക്കാരെ തേടി പോയിക്കൊണ്ടേയിരിക്കുന്നല്ലാതെ ഇതെല്ലാം തുടച്ചു മാറ്റാനുള്ള ഒരു വേ ആയിരിക്കണം ഇത്. അല്ലാത്ത പക്ഷം ഇതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല. ഇതിന് മുന്നേയൊക്കെ ഉണ്ടായിരുന്ന ഓപ്പറേഷൻസ് ഒക്കെ പോലെ ഇത് പകുതിക്ക് വെച്ച് നിന്നു പോവുകയുള്ളൂ. സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു എഡ്യൂക്കേഷൻ സോണാണ്, നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. അവിടേക്ക് ഈ പോലീസിൻ്റെ ഈ ഒരു കടന്നുകയറ്റമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി അത് ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്ത്, വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അത് കൊണ്ടുവരേണ്ട ഒരു കാര്യം. ഇതിപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് നമുക്കറിയില്ല. കാരണം മുന്നത്തേക്കാൾ കൂടുതൽ ഈ ഡ്രഗ്സിൻ്റെ നെറ്റ്വർക്കിംഗ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഇതിൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നെയിമുകളും കാര്യങ്ങളൊക്കെ അറിയാം. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും പഠിപ്പിച്ച് വിടണം എന്നുള്ളതാണ്. ഇതിപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു. ഇതിനി അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് അവരിത് പ്രാബല്യത്തിൽ വരുമ്പോഴത്തേക്കും ഒരു ടൈം എടുക്കും തോന്നുന്നു. June 1 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തുടക്കത്തിലെല്ലാം എല്ലാ സ്കൂളുകളിലും ഇത് നടപ്പാക്കുന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട് എത്രത്തോളം. പക്ഷെ നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് ഈ 5 വർഷത്തിനുള്ളിൽ ഈ ആഭ്യന്തരമന്ത്രി എന്തായാലും ഈ കാര്യത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ്. എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവുമായിരിക്കും. മാറ്റങ്ങൾ വരണം. കാരണം ഇത് ചെറുപ്പത്തിലെ തന്നെ ഇതിനൊരു തടയിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് സ്കൂളിൻ്റെ ഉള്ളിലേക്കൊരു ഇത് വരുമ്പോഴാണ് കുട്ടികൾക്ക് കുറച്ചും കൂടി പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് മാറിപ്പോകും. പിന്നീട് ഒരു ഭയത്തോടു കൂടി സ്കൂളുകളിലേക്കൊക്കെ പോകുന്നൊരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും ആദ്യം കൊടുക്കുക. അവരെ ഒരു കൾപ്രിറ്റ് എന്നുള്ള രീതിയിലേക്ക് നെയിം ചെയ്യാതെ ഇരിക്കുക. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്തരത്തിലുള്ളൊരു സമീപനം കൂടി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അപ്പം അവരെയും ഒരു കുറ്റവാളി എന്നുള്ള രീതിയിൽ ശിക്ഷിക്കപ്പെടാതെ
അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു A to Z ഈ എവിടുന്ന് വന്നത് മുതൽ ആരിലേക്ക് എത്തുന്നു എന്നത് വരെയുള്ള A to Z കാര്യങ്ങൾക്ക് ഇതിൽ ആക്ഷൻസും പ്രിക്വേഷൻസും റെസ്പോൺസിബിലിറ്റീസും മാത്രം ഇത് എടുത്തോണ്ട് കാര്യമില്ല. അതിനൊരു ബദൽ മാർഗം കൂടെ ഇത് സജസ്റ്റ് ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ ആക്ഷൻ മാത്രം എടുത്തു പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ കാര്യങ്ങളില്ല. അതിന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സും കൂടെ കണ്ടെത്തുന്നത് ഇവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു പോയൊരു കാര്യമാണ്. കുട്ടികൾക്ക് അറിയാം ഇതെന്താണ് എന്നുള്ളതും ഈ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ നെയിമൊക്കെ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം. അപ്പം ഇത് എത്രത്തോളം ഡേഞ്ചറാന്നുള്ളത് പറയും. പക്ഷെ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പ്രഷറൊക്കെ നമുക്കറിയാവുന്ന പിയർ പ്രഷർ ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ മേ ബി സം കൈൻഡ് ഓഫ് ഇഷ്യൂസ്, ഇപ്പം വീട്ടിലോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇഷ്യൂസോ ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മാനസികാനുഭൂതി കിട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ അതിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ടീനേജേഴ്സിലൊക്കെ ആണെങ്കിൽ മോസ്റ്റ്ലി പിയർ പ്രഷർ ആയിരിക്കും കാരണം. പിന്നെ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി ഇപ്പോൾ നമുക്കറിയാം, ഒരു കഴിഞ്ഞ 10 വർഷം മുന്നേ നോക്കുന്നത് പോലെയല്ലേ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു സുതാര്യത എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര സുലഭമാണ് ഡ്രഗ്സും, അത് അവർക്ക് അഫോർഡ് ചെയ്യാനും അതുപോലെ തന്നെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിട്ടുള്ളൊരു ഒരു കറണ്ട് സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വരവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഇപ്പം തന്നെ മേ ബി ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും ഇതിൽ ബാക്ക് അടിക്കാത്ത അല്ലെങ്കിൽ അത്ര അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അപ്പം നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. കുട്ടികൾക്കിടയിലാണെങ്കിലും വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ജൂൺ 1 മുതൽ 2026 ജൂൺ 1 മുതൽ ഒന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനുള്ളിൽ മാക്സിമം കുറേയൊക്കെ നമുക്കിത് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കും. സൈക്കോളജിക്കലിയും കൂടി ഇതിനൊന്ന് ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. സ്കൂളുകളിലൊക്കെ അത്തരം അവയർനെസ്സുകൾ ഇപ്പം മറ്റു കാര്യങ്ങൾക്കൊക്കെ അവയർനെസ് കൊടുക്കുന്ന പോലെ തന്നെ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ടും സ്കൂളിൽ ഇനി സെർച്ചിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയേ വരുള്ളൂ. ഓക്കെ, ഇത് കണ്ടുപിടിക്കരുത് എന്നുള്ള രീതിക്ക് കൂടുതൽ കുട്ടികൾ അതിനെക്കുറിച്ച് ബോധേഡാവേ ചെയ്യുള്ളൂ. പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആവും. അപ്പോൾ സൈക്കോളജിക്കലി കൂടി ഇതിനൊന്ന് ഡീൽ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തലയുടെ ഒരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇംപ്ലിമെന്റ് ആയിരിക്കും. അപ്പം അത് വളരെ നന്നായിട്ട് തന്നെ നടക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസും പ്രിക്വേഷൻസും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. നമുക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിന് നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം.